പാറശാലയിൽ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൻ്റെ വിധി നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതിയിലെ 17-ാം തീയതി പറയും. കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. ഗ്രീഷ്മ എന്ന പാറശാലക്കാരി അവർ ഷാരോൺ രാജും ഒന്നിച്ച് പഠിക്കുന്നവരാണ്. തമിഴ്നാട്ടിൽ ഒന്നിച്ച് ചിലപ്പം ഷാരോൺ രാജിൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഗ്രീഷ്മ പോകും. രണ്ടുപേരും തമ്മിൽ വളരെ അടുത്തു. തമിഴ്നാട്ടിലെ ചില ലോഡ്ജുകളിൽ അവർ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കാനും തയ്യാറായി. രണ്ടുപേരും വളരെയധികം ഇൻറ്റിമസി ആയിട്ട് ക്ലാസ്സിൽ പോവുകയും വീട്ടിൽ അങ്ങോട്ട് അവളുടെ വീട്ടിൽ ഷാരോൺ രാജ് പല സന്ദർഭത്തിൽ വന്നു പോവുകയും അതിനൊന്നും ഗ്രീഷ്മയുടെ മാതാവ് സിന്ധുവിന് അവരെ പിതാവിനും എതിർപ്പില്ലായിരുന്നു. അമ്മാവൻ നിർമ്മലകുമാരൻ നായരും ഈ കാര്യത്തിൽ എതിർപ്പില്ലായിരുന്നു. പക്ഷേ അവർ ഇവളുടെ ജാതകം നോക്കി, അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഭർത്താവ് വാഴില്ല എന്ന് അവർക്ക് ജാതകത്തിലും അതുപോലെ തന്നെ പ്രശ്നം വെച്ച് നോക്കിയതിലുമൊക്കെ അവർ മനസ്സിലായി. അപ്പം ഗ്രീഷ്മയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന, ഭർത്താവിൻ്റെ സ്ഥാനം പോലെ ബന്ധം പുലർത്തി വരുന്ന ഷാരോൺ രാജു തീർച്ചയായിട്ടും മരണപ്പെടും. കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവില്ലാതെ അവൾ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യത്തെ ഭർത്താവ് വാഴില്ല എന്നതിൽ അവർ വിശ്വസിച്ചു. ഭാര്യ ഭർത്തൃ ബന്ധം പോലെ തന്നെയുള്ള ബന്ധങ്ങൾ ഉള്ള സ്ഥിതിക്ക് ആദ്യത്തെ ഭർത്താവ് ഷാരോൺ രാജ് തന്നെ. അയാളെ പല രീതിയിലും പിന്മാറ്റാൻ നോക്കി, അതിൽ വിജയിച്ചില്ല. ഷാരോൺ രാജ് ഇവളോട് കൂടുതൽ അടുത്ത് നിന്നു. കുറച്ച് നാളൊക്കെ പിണങ്ങി നിന്ന് നോക്കി. ഒരു തരത്തിലും ഷാരോൺ രാജ് പിന്മാറാൻ തയ്യാറല്ല എന്ന് ഗ്രീഷ്മയ്ക്ക് ബോധ്യപ്പെട്ടു, ഗ്രീഷ്മയുടെ വീട്ടുകാർക്കും ബോധ്യപ്പെട്ടു. എങ്കിൽ പിന്നെ വേറൊരു മാർഗവുമില്ല. അയാളെ ഒഴിവാക്കണമെന്നെങ്കിൽ അയാളെ കൊലപ്പെടുത്തണം. ചതിയിലൂടെ കൊലപ്പെടുത്താൻ പല സന്ദർഭങ്ങളിൽ അവൾ നോക്കി. ഗ്രീഷ്മ അവർ ചില വിഷാംശം കലർന്ന കഷായം കൊടുക്കാൻ നോക്കി. അത് അയാൾ കുടിച്ചില്ല. ഒരു പ്രാവശ്യം അവർ തമ്മിൽ വീട്ടിൽ ഒന്നിച്ചായിരുന്ന സമയത്ത് അവൾ കഷായം കലക്കി അത് കഷായം ചലഞ്ച് കൊടുക്കാൻ ശ്രമിച്ചു. അന്നേരം അയാൾ കുടിച്ചില്ല. പിന്നെ അത് നീണ്ടു പോയി മരണം. അന്നേരം ഒരു വിവാഹ ആലോചന വന്നു ഗ്രീഷ്മയ്ക്ക്. ഒരു പട്ടാളക്കാരൻ്റെ നല്ല ആലോചന, നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. ആ കല്യാണം നടത്തിയാൽ കൊള്ളാവുന്നുണ്ട്. അന്നേരം ഷാരോൺ രാജാന് ഒരു വിഘാതമാണ്. അയാൾ ഇതിന് പിന്മാറാൻ തയ്യാറല്ല. ഏതായാലും ഇപ്പം വന്ന കല്യാണം നടന്നാൽ ആ ഭർത്താവിന് വലിയ ദൂഷ്യമൊന്നും ഉണ്ടാകില്ല. ആദ്യത്തെ ഭർത്താവ് ഷാരോൺ രാജ് തന്നെ. അങ്ങനെ വിഷം കൊടുത്ത് നോക്കാം, കഷായത്തിൽ വിഷം കൊടുത്ത് നോക്കാൻ ഒന്നും ബലപ്പെട്ടില്ല. പിന്നീട് അവർ വിഷം കലർത്തിയ കീടനാശിനി കഷായത്തിലിട്ട് അത് ടേസ്റ്റ് ഒരുവിധം നല്ല രീതിയിൽ കുടിക്കത്തക്ക പരുവത്തിലാക്കി വീട്ടിൽ വെച്ചു. അതിനുശേഷം ഷാരോൺ രാജിനെ അവൾ വിളിച്ചു വരുത്തി. കുറേ നാളുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ സന്തോഷത്തോടെ വീട്ടിൽ വന്നു. അവർ തമ്മിൽ ബന്ധപ്പെട്ടു. അമ്മയും അമ്മ അവരൊക്കെ ഒന്ന് മാറിക്കൊടുത്തു. ഏതായാലും അവർ കൈ കഴുകാനും മുഖം കഴുകാനും ബാത്റൂമിൽ ശുചിമുറിയിലേക്ക് ഗ്രീഷ്മ പോയപ്പം ഇയാൾ പെട്ടെന്ന് ഈ കഷായം, കീടനാശിനി ചേർന്ന കഷായം, ആ ജ്യൂസ് കഴിച്ചു. പെട്ടെന്ന് അവിടുന്ന് പോവുകയും ചെയ്തു. പക്ഷേ ഇയാൾ മറ്റൊരാളുടെ ബൈക്കിൽ സുഹൃത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇവിടെ വന്നത്. അതിൻ്റെ പരിസരത്ത് അയാൾ ഉണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം വെളിയിൽ വന്ന് ഛർദ്ദിച്ചു. അയാൾക്ക് വലിയ ഒരു ക്ഷീണം തോന്നി, ബോധക്കേട് വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് കൂട്ടുകാരൻ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് ഷാരോൺ രാജിനെ അയാളുടെ വീട്ടിൽ കൊണ്ടാക്കി. ചെന്നുടനെ കിടന്നു. പല പ്രാവശ്യം ഒമിറ്റ് ചെയ്തു. ഷാരോൺ രാജിൻ്റെ വീട്ടുകാരത് പറയുന്നുണ്ട്.
പെട്ടെന്ന് അയാൾ അവിടുത്തെ ലോക്കൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഷാരോൺ രാജിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 11 ദിവസം അയാൾ അവിടെ കിടന്നു. 11-ാം ദിവസം മരണപ്പെട്ടു. ഷാരോൺ രാജ് വിഷം കഴിച്ച് 2022 ഒക്ടോബർ 10-നാണ്. 11 ദിവസം കഴിഞ്ഞപ്പം ICUവിൽ വെച്ച് മരിച്ചു. ഷാരോൺ രാജിൻ്റെ മരണമൊഴി പോലീസ് രേഖപ്പെടുത്തി. എന്തായാലും മരണപ്പെടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നു. കാരണം അത് 24 hours കൂടുതൽ സമയം വിഷം ഉള്ളിൽ കഴിച്ച ശേഷവും ആണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. അത് വലിയ ഡാമേജിങ് ആയി. അവിടുത്തെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെയാണ് മെഡിക്കൽ കോളേജ് വരുന്നത്. അവിടെ ICUവിനകത്ത് അന്നേരം മുതൽ കിടക്കുകയാണ്. ഡോക്ടർമാർ അവരുടെ കഴിവതും ശ്രമിച്ചു. കാരണം ഇൻറ്റേർണലായിട്ടുള്ള പല ഓർഗനും ഡാമേജ് ആയിപ്പോയി. 11 ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം മരിച്ചിരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഗ്രീഷ്മ ചതിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്ര അടുപ്പം ഉണ്ടായ ആളല്ലേ. അവൾ തന്നെ ആ ജ്യൂസ് ഞാൻ കഴിച്ചു, അവൾ എന്നെ ചതിച്ചു എന്ന് ഇയാളുടെ സുഹൃത്തിനോട് പറഞ്ഞു. സുഹൃത്ത് ആ വിവരം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അതൊരു മരണമൊഴിയാണ്. മരണമൊഴി ഗ്രീഷ്മ ചതിച്ചു എന്നുള്ള വിവരം മജിസ്ട്രേറ്റ് മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഷാരോൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അതും കോടതിയിൽ എവിഡൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ് ഈ കേസ് നടക്കുന്നത്. അത് പ്രോസിക്യൂഷൻ ഭാഗത്തെ വാദങ്ങൾ കഴിഞ്ഞു, പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളും കഴിഞ്ഞു. ഇനി ആ കേസിൻ്റെ വിധി ഈ മാസം 17-ന് നടത്താനാണ് ഇരിക്കുന്നത്. അന്ന് വിധി വരുമെന്ന് കരുതുന്നു. ഈ കേസിനകത്ത് തെളിവ് നശിപ്പിച്ചതിന് ഷാരോൻ്റെ അമ്മ സിന്ധുവിനെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അമ്മയുടെ സഹോദരൻ അമ്മാവനും കൂടെയുണ്ട്, നിർമ്മലകുമാരൻ നായർ. അദ്ദേഹവും ഈ കേസിനകത്ത് പ്രതിയായി. രണ്ടുപേരും ഈ കേസിൻ്റെ വിഷാംശം കലർന്ന കുപ്പിയും മറ്റതും വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അത് തെളിവ് നശിപ്പിച്ചു. അത് പിന്നീട് പോലീസ് ഇവരിൽ കൂടെ കണ്ടെടുക്കുകയും ചെയ്തു. എന്ത് രീതിയിലുള്ള വിഷമാണോ ഉള്ളിൽ ചെന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അവർക്ക് ഈ തെളിവ് നശിപ്പിക്കാനും അവരുടെ മകളെ രക്ഷപ്പെടുത്താനും ഉള്ള ശ്രമം അമ്മയും അമ്മാവനും നടത്തിയിരിക്കുന്നു. പക്ഷേ അവരിതിന് പങ്കുചേർന്നോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. പക്ഷേ പോലീസിൻ്റെ എവിഡൻസ് അങ്ങനെ തന്നെ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു. കോടതിയിൽ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്നും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. കാരണം പ്രശ്നം വെച്ച് നോക്കിയതും യാദവ് നോക്കിയതുമൊക്കെ അമ്മയും അമ്മാവനും ഒക്കെ ചേർന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ അയാൾ കൊല്ലപ്പെടും അല്ലെങ്കിൽ മരണപ്പെടും. അത് വാഴില്ല എന്നാണ് അവർക്ക് കിട്ടിയ ജാതകപ്രകാരമുള്ള ഉപദേശം. അതിൽ അന്ധമായിട്ട് അവർ വിശ്വസിച്ചു. അതിന് ശേഷമാണ് ഇവൻ ഒഴിയാതെ വന്നപ്പം അവളെ നശിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയും കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിക്കാൻ അത് തന്ത്രപൂർവ്വം വിഷം കൊടുത്ത് ആരും അറിയാതെ അയാളെ കൊലപ്പെടുത്താനുള്ള ശ്രമം ഗ്രീഷ്മ മുഖേന നടത്തി. അതിന് അമ്മയും അമ്മാവനും കൂട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അവർക്കും ആ നോളജുണ്ട്. പെൺകുട്ടി അവനെ വിളിച്ച് വീട്ടിൽ വരുത്തുമ്പം അവർ രണ്ടുപേരും അമ്മയും ഭർത്താവും അവിടെ നിന്ന് മാറിപ്പോകുന്നത് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് സാക്ഷികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായി പോലീസ് നടത്തി. അതിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരായി. ആ കേസിൻ്റെ വാദഗതികൾ സാക്ഷി വിസ്താരം എല്ലാം കഴിഞ്ഞു. വാദഗതികൾ നടത്തി 17-ന് കോടതി വിധി പറയും. ഇതിനകത്ത് ഒരു റെയറസ്റ്റ് ഓഫ് റെയർ കേസാണോ ഇല്ലയോ എന്ന് കോടതി പരിശോധിക്കും. ഇല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഉറപ്പാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അമ്മയ്ക്കും അമ്മാവനും കൊടുക്കുമോ ഇല്ലയോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം അവർക്ക് നോളജുണ്ട്, അവർക്ക് ഇയാളെ കൊല്ലണമെന്ന് ഉള്ള അറിവുണ്ട്, വിവരമുണ്ട്, മരുമകൾ അതിനെ തയ്യാറാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ മരുമകൾ കൊടുത്ത കഷായത്തിൻ്റെ അല്ല കീടനാശിനിയുടെ കുപ്പി അത് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ്
അത് ആരും കണ്ടെടുക്കില്ല എന്നാണ് അവർ കരുതിയത്. ഇവരുടെ റോൾ ആരും ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കുമെന്നും അവർ കരുതിയിരുന്നില്ല. എന്തായാലും അവർ രണ്ടുപേരും, അമ്മയും സിന്ധുവും അതുപോലെ അമ്മാവനായ നിർമ്മലകുമാരൻ നായരും പ്രതിയായി ഈ കേസിനകത്ത്. അവർക്ക് തെളിവ് നശിപ്പിച്ചതിൽ മാത്രം അവരുടെ ശിക്ഷ ഒതുങ്ങുമോ ഇല്ലയോ എന്ന് 17-ാം തീയതി നമുക്കറിയാം. ഏതായാലും ജീവപര്യന്തം ഉറപ്പാണ് ഈ കേസിനകത്ത്.